കുറച്ച് രസകരമായ മാജിക്കുകളും ശാസ്ത്ര പരീക്ഷണങ്ങളുമായി നമുക്കിന്ന് അല്പസമയം കഴിച്ചു കൂട്ടാം. നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? ഉറപ്പല്ലേ? എന്നിട്ട് എന്താ ശബ്ദം അങ്ങോട്ട് വരാത്തേ? നല്ലോണം വരട്ടെ ശബ്ദം. റെഡിയാണോ? ആർ യു റെഡി? ഓക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടിക്ക് നമുക്കൊരു തുടക്കം വേണം, വേണ്ടേ? ഏതൊരു പരിപാടിയും ഒരു ഇനാഗുറേഷനോട് കൂടിയാണ് തുടങ്ങുക, അല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് ചെറിയൊരു ഇനാഗുറേഷനിലൂടെ തുടങ്ങാം. സാധാരണ വിവിധ പരിപാടികൾ ഇനാഗുറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഉദ്ഘാടനം ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്ത് വിളക്ക്? തിരിയിട്ടിട്ട് നിലവിളക്ക് കത്തിക്കും, അല്ലേ? നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യാറില്ലേ? പിന്നെ മറ്റു രീതി എന്താ? എന്താണ്? റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യും, അല്ലേ? പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ സംഘാടകർ റിബണൊന്നും കെട്ടി വെച്ചിട്ടില്ല, അതേപോലെ നിലവിളക്കൊന്നും ഒരുക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എന്തെങ്കിലും ചെയ്യണമല്ലോ. അത് വിചാരിച്ച് ഞാൻ മുൻകൂട്ടി ഒരു മണ്ണെണ്ണ വിളക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, കെറോസിൻ ലാമ്പ്. ഇതങ്ങ് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യാം. ഓക്കെയാണോ? പക്ഷേ അതിനുണ്ട് പ്രശ്നം. നോക്കൂ, ഇങ്ങോട്ട് വന്നേ, വേഗം വരൂ. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. മണ്ണെണ്ണ ഉണ്ടോ? ഒന്ന് കമിഴ്ത്തിയും കൊട്ടിയൊക്കെ നോക്ക്. മണ്ണെണ്ണ ഉണ്ടോ? മണ്ണെണ്ണ ഇല്ലാത്ത വിളക്കാണ് നമ്മൾ കത്തിക്കേണ്ടത്. പോയിരുന്നോളൂ. അപ്പോൾ നമുക്ക് ഈ മണ്ണെണ്ണ ഇല്ലാത്ത വിളക്ക് കത്തിക്കാം, അല്ലേ? ഇത് അടച്ചിട്ട് അങ്ങ് കത്തിച്ചേക്കാം. ചേടാ, അപ്പോഴാണ് പ്രശ്നം കാണുന്നത്. ഇത് നോക്കിയേ, മണ്ണെണ്ണ മാത്രമല്ല പ്രശ്നം, അതിനകത്ത് തിരിയില്ല. ഉണ്ടോ? വിളക്ക് എത്ര തിരി വേണ്ടേ? തിരിയുണ്ടോ? അപ്പോൾ നമ്മൾ ഇരുന്നോളൂ. മണ്ണെണ്ണയില്ലാത്ത തിരിയില്ലാത്ത ഈ വിളക്ക് കത്തിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ മണ്ണെണ്ണ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വെള്ളമുണ്ട്, നല്ല ശുദ്ധമായ ജലം. ജലത്തെ ഉപയോഗിച്ച് കത്തിക്കാം. നടക്കുമോ? നടക്കുമോ? എന്തേ നടക്കില്ല എന്ന് പറഞ്ഞത്? വെള്ളം തീ കത്തിക്കുന്ന സാധനമല്ല വെള്ളം എന്നാണ് പറയണത്. എന്താ മോൻ്റെ പേര്? ആദിദേവ് പറയുന്നത് തീ കത്തിക്കുന്ന വസ്തുവല്ല വെള്ളം. പിന്നെയോ? തീ കെടുത്തുന്ന വസ്തുവാണ് വെള്ളം. പക്ഷെ നമ്മളിന്ന് കത്തിക്കുന്നത് തീ കെടുത്തുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ചെറിയ മന്ത്രമൊക്കെ വേണ്ടി വരും, കാരണം വെള്ളത്തെ തീ കത്തുന്ന വസ്തുവാക്കി മാറ്റണ്ടേ. ഇപ്പോൾ ചെറിയ മന്ത്രം ചൊല്ലാം, എല്ലാവരും ഒരുമിച്ച് ചൊല്ലണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കുളിക്കാതെ വന്ന ആരെങ്കിലും ഉണ്ടോ? കുളിക്കാതെ വന്നവർ സദസ്സിലിരുന്നാൽ മന്ത്രം ഫലിക്കൂല. അപ്പോൾ എനിക്ക് പനിയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്, പനിച്ചുകൊണ്ടോ മരുന്ന് വെച്ചുകൊണ്ടോ വരുന്നത്. എന്നാലും ഞാൻ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുളിച്ചു, കാരണം ഇത് ചെയ്യുമ്പോൾ ഫലിക്കാതെ പോയാലോ, അല്ലേ? അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ട് തന്നെയാണ് വന്നത്. നിങ്ങളൊക്കെ കുളിച്ചല്ലോ. അപ്പോൾ നമുക്കൊരു മന്ത്രം ചൊല്ലാം, എല്ലാവരും കൂടെ ചൊല്ലണം. ഓക്കെ. ഓം ഹ്രീം അബാക്ക സുബാക്ക. ഓം ഹ്രീം അബാക്ക സുബാക്ക. ഓം ഹ്രീം അബാക്ക സുബാക്ക. നല്ല ഭക്തിയോടല്ലേ ചൊല്ലിയത്? എങ്കിൽ ഈ വെള്ളം ഇപ്പോൾ ഇന്ധനമായിട്ട് മാറിയിട്ടുണ്ടാകും. നമുക്ക് ഒഴിച്ച് കത്തിക്കാം. ഇത് വെള്ളം തന്നെ അല്ലേ? ഒന്ന് നോക്കണോ? അതും നോക്കിക്കോ, കയ്യിലെടുത്ത് നോക്കാം, മണത്ത് നോക്കാം. ആണോ? ഉറപ്പല്ലേ? ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിറയെ വെള്ളം ഒഴിക്കാം. അപ്പോൾ കത്തിക്കല്ലേ? റെഡി? എന്താടാ കയ്യടിക്കാത്തേ? അപ്പോൾ മന്ത്രത്തിൻ്റെ പവർ വളരെ വലുതല്ലേ? കണ്ടോ? നിങ്ങളത് ആലോചിച്ച് നോക്കൂ. പച്ച വെള്ളത്തെയാണ് നമ്മൾ മന്ത്രം ചൊല്ലി കത്തിച്ചത്, അല്ലേ? അല്ലാതെ പവറല്ലേ? അപ്പോൾ ഈ പരീക്ഷണം നിങ്ങൾക്ക് ഇനി വീട്ടിൽ നിന്ന് ചെയ്യാം. ആകെ വേണ്ടെന്തേ ഉള്ളൂ, ഒരു മണ്ണെണ്ണ വിളക്ക്. വെള്ളം വീട്ടിലുണ്ടല്ലോ, ഒരു വിളക്ക് സംഘടിപ്പിച്ചാൽ മതി. പിന്നെ മന്ത്രം എഴുതി മടക്കണ്ട. എന്താ മന്ത്രം? ഓം ഹ്രീം അബാക്ക സുബാക്ക. അപ്പോൾ ഈ മന്ത്രം പഴച്ചാൽ കത്തുവോ? മറ്റൊരു മന്ത്രം ചൊല്ലിയാൽ കത്തുവോ? ഇല്ല. ഉറപ്പാണോ? മന്ത്രം ചൊല്ലാതിരുന്നാൽ കത്തുവോ? മന്ത്രം ചൊല്ലാതിരുന്നാൽ കത്തുവോ? വേറെ മന്ത്രം ചൊല്ലിയാൽ കത്തുവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ ഈ പരിപാടി നമുക്ക് നിർത്താം. ഞാൻ ഈ മാജിക്കുമായിട്ട് ഈ പരീക്ഷണമൊക്കെ ആയിട്ട് വന്നത് എന്തിനറിയോ? ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ തട്ടിപ്പാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഇങ്ങനെ പല സിദ്ധന്മാരും പല അത്ഭുതങ്ങളും നിങ്ങളെ കാണിക്കും. മന്ത്രം ചൊല്ലും, ഭസ്മെടുക്കും, തീ കത്തിക്കും, ഒക്കെ ചെയ്യും. അതിനൊക്കെ പിന്നിൽ ഇത്തിരി സയൻസ് ഉണ്ടാകും. അതല്ലാതെ ഒരു അത്ഭുത സിദ്ധി അതിനകത്തില്ല.
അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താ നമുക്ക് നോക്കാം അല്ലേ. ഇതിനകത്ത് മന്ത്രത്തിൻ്റെ സിദ്ധിയോ എൻ്റെ സിദ്ധിയോ ഒന്നുമല്ല, പ്യുവർ സയൻസാണ്. അപ്പോൾ നമുക്ക് നോക്കിയല്ലേ എന്താ അതിൻ്റെ സയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കെടുക്കല്ലേ. ഞാൻ ചെയ്ത പരിപാടി എന്താ അറിയോ, ഞാൻ നിങ്ങൾക്ക് ആദ്യം എന്താണ് പരിശോധിക്കാൻ തന്നത്? വിളക്ക് പരിശോധിക്കാൻ തന്നു. പിന്നെ മൂടി അല്ലേ, മൂടി പരിശോധിക്കാൻ തന്നു. ഞാൻ മൂടി പരിശോധിക്കാൻ തന്നത് എപ്പോഴാണ്? രണ്ടാമത് എപ്പോൾ? അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ? മൂടി നിങ്ങളുടെ കയ്യിൽ തരുന്നതിന് മുമ്പേ ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ? എന്താ? ഈ മൂടി ഞാനൊന്ന് മൂടിയിരുന്നു അല്ലേ, അവിടെയാണ് അതിൻ്റെ ട്രിക്ക്. ഞാൻ വിളക്ക് ആദ്യമേ പരിശോധിക്കാൻ തന്നു, ഇനി നമുക്ക് കത്തിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മൂടി അടച്ച ശേഷമാണ് എന്ത് ചെയ്തത്? രണ്ടാമത് തുറന്ന് നിങ്ങളുടെ ഈ തന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക? എന്തെങ്കിലും ഇതിനുള്ളിലേക്ക് എന്തോ വീണു, അവിടെയാണ് അതിൻ്റെ ട്രിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് നമ്മൾ നിങ്ങളെ കാണെ ചെയ്തൊരു കാര്യമുണ്ട്. എന്തായിരുന്നു ഇതിലൊഴിച്ചെന്തായിരുന്നു? നിങ്ങളെ കാണെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പിന്നെ എന്തോ ഒരു വസ്തു അതിലേക്ക് വീഴുകയും ചെയ്തു. ആ വസ്തു വീണ ശേഷമാണ് വെള്ളം ഒഴിച്ചത്. അടച്ചപ്പോൾ തന്നെ വസ്തു വീണു, അടപ്പ് തുറന്നു, ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു. അപ്പോൾ അവിടെ നടന്നിരിക്കാൻ സാധ്യതകൾ എന്തായിരിക്കും? തീ കത്താൻ എന്തായിരിക്കും? കാരണം വെള്ളമായിരിക്കുമോ കത്തിക്കുക? നിങ്ങൾ പറയൂ. കാർബൺ ഡൈ ഓക്സൈഡ് തീ കത്തുവോ? കാർബൺ ഡൈ ഓക്സൈഡ് എന്താ ചെയ്യുക? തീ കെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ഹൈഡ്രജൻ ആവാം. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ അല്ലേ, ഒരു സാധ്യതയാണ്. പിന്നെ വേറെ വല്ല സാധ്യതയുണ്ടോ? ഓക്സിജൻ കത്തുവോ? ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ ഇതിനുള്ളിൽ തന്നെ വരണം എന്നൊന്നുമില്ലല്ലോ. ഇവിടെയൊക്കെ ഓക്സിജൻ ഉണ്ടല്ലോ. നമ്മളിവിടെ ലൈറ്റർ കത്തിച്ചാൽ കത്തുവോ? ഇവിടെ ഓക്സിജൻ ഇല്ലേ? അപ്പോൾ ഓക്സിജൻ കൊണ്ടല്ല കത്തുന്നത്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്നു എന്നത് ഓക്കെ, പക്ഷേ ഇവിടെ കത്തിയ വാതകം ആരല്ല? ഓക്സിജൻ അല്ല. പക്ഷെ കത്തിയത് വെള്ളമാണോ? എന്താ വെള്ളം അല്ലെന്ന് പറയാൻ കാരണം? തീ കെടുത്തുന്ന സാധനമാണ് വെള്ളം. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തെ കത്തിച്ചാൽ കത്തണ്ടേ? കത്തുവോ? ഇല്ല. അപ്പോൾ കത്തിയത് വെള്ളമല്ല. പിന്നെ കത്തിയത് എവിടെയാണ്? ഇതിനുള്ളിലാണോ പുറത്താണോ? ഇത് അടച്ചു വെച്ചിട്ട് തീ കത്തിയത് എവിടെയാ? പുറത്തല്ലേ. പുറത്ത് വെള്ളമുണ്ടോ? പുറത്ത്. അപ്പോൾ കത്തിയത് എന്താണ്? ഏതോ ഒരു വാതകമാണ് അല്ലേ, ഒരു വാതകമാണ്. ആ വാതകത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും? കത്തുന്നതാണ്. അപ്പോൾ കത്തുന്നൊരു വാതകം ഉണ്ടായി. ആ വാതകം ഉണ്ടാക്കാനുള്ള സൂത്രമാണ് ഞാൻ ചെയ്തത്. ആ വാതകം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത സൂത്രം എന്തായിരിക്കും? വെള്ളത്തിലേക്ക് എന്തോ ഇട്ടു. എങ്ങനെ ഇട്ടു? മൂടിയിലൂടെ നിങ്ങളെ കാണാതെ ഒളിപ്പിച്ച് അതിലേക്ക് ഇട്ടു. അത് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തു, രാസപ്രവർത്തനം നടന്നു. എ ഗ്യാഷ്യസ് എന്താണ്? ഗ്യാഷ്യസ് വാതക ഇന്ധനം. ഒരു വാതക ഇന്ധനം ഉണ്ടായി. ആ ഇന്ധനമാണ് പുറത്തു നിന്നപ്പോൾ കത്തിയത്. അപ്പോൾ കത്തുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? പെട്രോൾ വാതക ഇന്ധനമാണോ? ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ ഒരു ഇന്ധനമാണ്, വാതക ഇന്ധനമാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇന്ധനം ഇല്ലേ? കത്തുന്ന ഏത് ഗ്യാസ്? അതിന് പേരുണ്ടല്ലോ. LPG. എന്താണ് പേര്? എന്താ അതിൻ്റെ ഫുൾ ഫോം? LPGയുടെ ഫുൾ ഫോം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് LPG. ഇവിടെ ഉണ്ടായത് LPG ആവുമോ? LPG അല്ല ഉണ്ടായത്, ഹൈഡ്രജനും അല്ല. ഹൈഡ്രജൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു എന്താവണം? ആസിഡും മെറ്റലും ആവണം അല്ലേ. ഇട്ടത് എന്താ നിങ്ങൾ കണ്ടില്ല, പക്ഷെ ഒഴിച്ചത് വെള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ച ആസിഡ് അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രജൻ അല്ല, LPG അല്ല. പിന്നെ എന്തായിരിക്കും എന്നറിയാം? ഞാൻ ഉപയോഗിച്ച അതിനകത്ത് ഇട്ട സാധനത്തിൽ നിന്ന് കാണിച്ചു തരാം. ഇത് തന്നെയാണത്. ഇതാണ് ഞാൻ ഇട്ടത്. ഒരു ചെറിയ വെള്ളാരം കല്ല് പോലത്തെ ചെറിയ ഒരു കല്ല് കാണുന്നുണ്ടോ? ഈ കല്ലിൻ്റെ പേരെന്താണെന്നറിയാമോ? ഈ കല്ലിൻ്റെ പേര് കാൽസ്യം കാർബൈഡ്. എന്താ പേര്? കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡ് വെള്ളവുമായിട്ട് രാസപ്രവർത്തനം നടക്കും. അതിൻ്റെ ഫലമായി 2 ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. ഒരു ഉൽപ്പന്നത്തിൻ്റെ പേര് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 7ാം ക്ലാസ്സിൽ, ആസിഡ് ആൽക്കലി പാഠത്തിൽ അല്ലേ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഏതാണ്? അതിൻ്റെ നമ്മൾ നാടൻ ഭാഷയിൽ എന്താ പറയുക അതിന്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 3ാമത്തെ പാഠം, ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്.
കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏത് ആൽക്കലിയാ? കാൽസ്യം ഹൈഡ്രോക്സൈഡിന് നമ്മളെന്താ പറയുക? ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ നിങ്ങൾ? എല്ലാവരും ഇംഗ്ലീഷ് മീഡിയമാണോ? ലൈം വാട്ടർ. ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യോ പോയി അത് ലെമൺ വാട്ടറാണ്. ലെമനാണ് നാരങ്ങ. എന്താണ്? ചെറുനാരങ്ങയ്ക്ക് ലെമൺ എന്നാ പറയുക, ലൈം അല്ല. സയൻസിൽ ലൈം എന്ന് പറയുന്നത് ചുണ്ണാമ്പാണ്. ലൈം വാട്ടർ എന്നാൽ ചുണ്ണാമ്പ് വെള്ളം. അപ്പോൾ ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത് ഏത് ആൽക്കലിയാ? അപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇതിലുണ്ടായ ഒരു ഉൽപ്പന്നം കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. അപ്പോൾ ചുണ്ണാമ്പ് വെള്ളമാണെങ്കിൽ അതിൻ്റെ നിറം എന്താകും നിറം? മഞ്ഞയോ? ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ നിറം അറിയില്ലേ? ചുണ്ണാമ്പ് വെള്ളമാണ്. നോക്കൂ, ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ നിറം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. എന്താണ് ചുണ്ണാമ്പിൻ്റെ നിറം? വെള്ള നിറം അല്ലേ? അപ്പോൾ ഒന്ന് ചുണ്ണാമ്പാണ് ഉണ്ടായത്, അത് വെള്ളത്തിൽ കലങ്ങി ചുണ്ണാമ്പ് വെള്ളമായി. രണ്ടാമതുണ്ടായതാണ് ഒരു വാതക ഇന്ധനം, അതാണ് കത്തിയത്. രണ്ടാമത്തെ ഉൽപ്പന്നം ഏതറിയോ? രണ്ടാമത്തെ ഉൽപ്പന്നം അസറ്റിലിൻ എന്ന വാതക ഇന്ധനമാണ്. ഏതാണ്? അസറ്റിലിൻ. എന്താ പറയുക? അസറ്റിലിൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനറിയോ? വെൽഡിങ്ങിന്. ഗ്യാസ് വെൽഡിങ് എന്നൊരു വെൽഡിങ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? 2 ടൈപ്പ് വെൽഡിങ് ഉണ്ട്, ഇലക്ട്രിക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങും. ഇലക്ട്രിക് വെൽഡിങ് കറണ്ട് ഉപയോഗിച്ചാണ് വെൽഡ് ചെയ്യുന്നത്. നിങ്ങൾ സാധാരണ അതാവും കണ്ടിട്ടുണ്ടാവുക, ഗേറ്റും ഗ്രിൽസും ഇരുമ്പിൻ്റെ ഡോറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വെൽഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അത് കറണ്ട് കൊണ്ടാണ്. മറ്റൊന്ന്, ഈ വാഹനങ്ങളുടെ പാർട്സൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആക്സിഡൻ്റൊക്കെ ആയാൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഗ്യാസ് വെൽഡിംഗ് ആണ് നടത്തുക. ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസാണ് ഏതാ? അസറ്റിലിൻ. അസറ്റിലിൻ്റെ കൂടെ ഓക്സിജൻ മിക്സ് ചെയ്തുണ്ടാകുന്ന ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ഉപയോഗിച്ചിട്ടാണ് ഗ്യാസ് വെൽഡിങ് നടത്തുന്നത്. അപ്പോൾ കത്തുന്നതാണല്ലോ, വെൽഡിങ് ചെയ്യണമെങ്കിൽ കത്തണ്ടേ? അങ്ങനെ കത്തുന്ന നല്ലൊരു ഇന്ധനമാണ് ഏത്? അസറ്റിലിൻ. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അപ്പോൾ ഇതിനകത്തുള്ള വെള്ളവും നമ്മൾ നേരത്തെ ഇട്ട എന്താ പേര്? അല്ല, ഇതിൻ്റെ പേര് കാൽസ്യം കാർബൈഡും തമ്മിൽ പ്രവർത്തിച്ചപ്പോൾ എന്തുണ്ടായി? എന്താ ഉണ്ടായത്? കാൽസ്യം ഹൈഡ്രോക്സൈഡും അസറ്റിലിനും ഉണ്ടായി. ആ അസറ്റിലിൻ പുറത്ത് വന്നപ്പോൾ തീ കാണിച്ചപ്പോഴാണ് കത്തിയത്. ഇനി ഞാനൊന്ന് നേരിട്ട് കാണിക്കാം, രഹസ്യമൊന്നുമില്ലാതെ നേരിട്ട് കാണിക്കുന്നു. നമുക്ക് വീണ്ടും അത് കത്തിച്ചു നോക്കാം. അപ്പോൾ കത്തിക്കാല്ലേ? ഇനി നമുക്കൊന്ന് മന്ത്രം ഇല്ലാതെ ചൊല്ലുക, കത്തിച്ചു നോക്കാം അല്ലേ? നേരത്തെ മന്ത്രം ചൊല്ലിയിട്ടല്ല കത്തിയത്, ഇനി മന്ത്രം ഇല്ലാതെ കത്തുമോ നോക്കാം. മന്ത്രം ചൊല്ലിയപ്പോഴേക്കാൾ നന്നായി കത്തില്ലേ? അപ്പോൾ മന്ത്രത്തിൽ കാര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള പല അത്ഭുത സിദ്ധികളുടെയും പിന്നിൽ സയൻസാണ് നമ്മൾ മനസ്സിലാക്കുക. സയൻസിൻ്റെ എന്തെങ്കിലും ട്രിക്കായിരിക്കും. ഓക്കെ, മാജിക് ഇഷ്ടമായോ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. കാൽസ്യം കാർബൈഡ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. എവിടുന്ന് അറിയോ? എവിടുന്ന കാൽസ്യം കാർബൈഡ് വാങ്ങാൻ കിട്ടുക? നമ്മൾ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയില്ലേ, ആയുധങ്ങളും അതുപോലെ പെയിൻറ്റ്, ഇങ്ങനെയുള്ള ഹാർഡ്വെയർ ഷോപ്പ് എന്നാണ് ഞങ്ങളവിടെയൊക്കെ പറയാം. ഇവിടെ എന്താ പറയുക? അങ്ങനെ തന്നെ, ഹാർഡ്വെയർ ഷോപ്പുകളിൽ. പക്ഷേ എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാവിധ ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന വലിയ ഷോപ്പുകളില്ലേ, അവിടെ ഉണ്ടാവുള്ളൂ. നാട്ടിൻപുറത്തുള്ള ചെറിയ ഷോപ്പുകളിലും കിട്ടില്ല, വലിയ ഹാർഡ്വെയർ ഷോപ്പുകളിൽ കിട്ടും കാൽസ്യം കാർബൈഡ്. 100 ഗ്രാമിന് 20 രൂപ വിലയുള്ളൂ, അത്രയും വില കുറവാണ്. പക്ഷേ 100 ഗ്രാം വാങ്ങുമ്പോൾ അത് വലിയ വലിയ കല്ലുകളായിരിക്കും, ഇത്ര വലിപ്പമുണ്ടാവും ഓരോ കല്ല്. അത് ഇതിൽ കൊള്ളുമോ? അത് നിങ്ങൾ അടിച്ച് പൊട്ടിച്ച് പീസാക്കുക. ഒരു കടലമണിയുടെ വലുപ്പമുള്ള ഒരൊറ്റ പീസ് മാത്രം ഇട്ടാൽ മതി. കൂടുതൽ ഇട്ടാൽ എന്താ കുഴപ്പം? തീയാളി കത്തും, അപകടമൊക്കെ ഉണ്ടാവും അല്ലേ? പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂക്ഷിക്കുമ്പോൾ എവിടെ സൂക്ഷിക്കും? എങ്ങനെ സൂക്ഷിക്കും? വെള്ളത്തിലോ? നല്ല കഥ. വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ പൊതിഞ്ഞ് വെച്ചാൽ പറ്റുമോ? എന്താ പറ്റാത്തത്? പൊതിഞ്ഞ് വെച്ചാൽ പറ്റാത്ത എന്താ? മോയ്സ്ചറിൽ. വെരി ഗുഡ്, അങ്ങോട്ട് ഭയങ്കരന്മാരാണല്ലോ. മോയ്സ്ചർ ഉണ്ട് അല്ലേ? മോയ്സ്ചർ എന്താ? ഈർപ്പം. അതെന്താണ്? ഇറ്റ് ഈസ് ദ ഗ്യാഷ്യസ് ഫോം ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ വാതക രൂപമാണ്. അത് നന്നായിട്ട് റിയാക്ട് ചെയ്യൂലേ? അപ്പോൾ അത് മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്ത് അല്പാൽപ്പം അസറ്റിലിൻ ഉണ്ടാകും. അത് അപ്പം റിലീസ്, അപകടമൊന്നും ഉണ്ടാവില്ല. കാരണം അറ്റ്മോസ്ഫിയറിൽ മോയ്സ്ചർ വളരെ കുറച്ചേ ഉള്ളൂ. ഒരു തീപിടുത്തം ഉണ്ടാക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോഴേക്ക് കാർബൈഡ് അതിലുണ്ടാവില്ല. അതെല്ലാം പൊടിഞ്ഞ് ചുണ്ണാമ്പ് പൊടിയായിട്ടുണ്ടാകും. അസറ്റിലിൻ അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ വർക്ക് ചെയ്യാൻ കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കെട്ടി പൊതിഞ്ഞ്, പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതിഞ്ഞ് ഭരണിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ചാലേ പിന്നീട് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷണം ചെയ്തു നോക്കാം.
നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് രക്ഷിതാക്കളൊക്കെ ഈ സാധനം വാങ്ങി സംഘടിപ്പിച്ച് ചെയ്ത് കാണിക്കുക. നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് കാണിക്കുക, സയൻസ് ക്ലബ്ബിൽ കാണിക്കുക. പക്ഷേ എവിടെ കാണിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സേഫ്റ്റി നോക്കണം. ഒപ്പം സയൻസ് നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ ബോധവാന്മാരാക്കണം. ഓക്കെ, റെഡിയാണോ? ചെയ്യുമോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞു. ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കാം. വീണ്ടും കാണാം.